എക്കണോമിക്സ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ 3 essay ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിട്ട് പോണത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? TVC, TC, MC ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് പറയുന്നത്. എന്താണ്? റൈറ്റ് ഡൗൺ എനി ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. അപ്പൊ നമുക്കറിയാം എന്താണ് ആവറേജ് കോസ്റ്റ്, എന്താണ് മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് അല്ലേ. അവർ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. ഒരു ഗ്രാഫ് നമ്മളപ്പോ ആലോചിക്കണം നമ്മളെ മൈൻഡിലേക്ക്. അതെന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ രണ്ടാമത്തത് എന്താണ്? നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് നമുക്ക് ആ ടേബിളിൽ തന്ന കാര്യങ്ങൾ? ഔട്ട്പുട്ട് എത്രയാണ് തന്നിട്ടില്ല? 1 മുതൽ 7 വരെ നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. പിന്നെ TFC, നമ്മുടെ TFC എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. 20 ആണ് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് അല്ലെ. TVC ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. TC നമ്മൾ കണ്ടുപിടിക്കണം. അതിന് പകരം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ABC. ഓരോരോ ഔട്ട്പുട്ടിലും ഓരോരോ ക്വാണ്ടിറ്റിയിലും നമ്മുടെ ABC എത്ര ആയിരിക്കും എന്നുള്ളതാണ് തന്നിട്ടുണ്ട്. ദെൻ MC നമ്മൾ എന്താക്കണം? കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് നമുക്ക് ABCയും MCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. എങ്ങനെയായിരിക്കും ആ ഒരു ഗ്രാഫ് വരാ? അത് നമുക്ക് ഫസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് വരാന്നുള്ളത് അല്ലെ. നമ്മുടെ ABC കർവ് ഇങ്ങനെ ആയിരിക്കും, നമ്മുടെ MC ഇങ്ങനെ ആയിരിക്കും അല്ലെ. ഏകദേശം നമ്മുടെ MC ഇതാണ്, ഇത് നമ്മുടെ ABCന്റെ കർവ് ആണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഇത് നോക്കാം. എന്താണ്? ABC falls when MC is less than ABC. MC ABCനെക്കാട്ടും കുറവായിരുന്ന ടൈമിൽ, അതായത് ഈ ഒരു പോർഷൻ ഇത് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ, അതായത് MC താഴെയും ABC മുകളിലും ആയിരിക്കുന്ന ടൈമിൽ ABC എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും, അതായത് ഡിക്രീസിങ് ആയിരിക്കും, കുറഞ്ഞു വരാണ്. ദെൻ ABC മിനിമം വെൻ MC ഈസ് ഈക്വൽ ടു ABC. ഈ ഒരു പോയിന്റിലാണ് ABCയും അതേപോലെ തന്നെ MCയും ഈക്വൽ ആയിട്ടുള്ള പൊസിഷൻ. ആ ഒരു ഇത് എന്ന് പറയുന്നത് ABC എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? ABC increases when MC greater than ABC. ദെൻ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പോർഷൻ ആണ് എന്ത്? ABC അത് MC ABCനെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? ABC ഇൻക്രീസിങ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഈ മൂന്ന് റിലേഷൻഷിപ്പ് ആണ് അവർ തമ്മിലുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ടാബിൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്താക്കാം? ആ ടാബിൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്നാമത് നമ്മൾ TC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. TVC പ്ലസ് TFC ആണ് എന്ത്? നമ്മുടെ TC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. TFC നമുക്ക് ഓൾറെഡി ഇവിടെ ഗിവൺ ആണ് അല്ലെ. പക്ഷെ TVC നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല? TVC തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ TVC ആണ് കണ്ടുപിടിക്കേണ്ടത്. TVC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ABC തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ TVC കണ്ടുപിടിക്കും? ഓക്കെ, ABC നമ്മൾ കണ്ടുപിടിക്കുക TVC ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. അതായത് ഓരോരോ ക്വാണ്ടിറ്റിയും ഓരോരോ TVCയും കിട്ടിക്കഴിഞ്ഞാൽ TVC ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ് നമ്മുടെ ABC എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ABC ആണ് തന്നിട്ടുള്ളത്. നമ്മൾ TVC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് TVC ഈക്വൽ ടു ABC ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? TVC കിട്ടും. ABC ഇൻറ്റു ക്വാണ്ടിറ്റി ചെയ്താൽ അപ്പം 50 ഇൻറ്റു 1 ചെയ്താൽ 50, 40 ഇൻറ്റു 2 ചെയ്താൽ 80. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു? TVC കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദെൻ TVC കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? TC കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് TFC പ്ലസ് TVC ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? TC എന്ന് പറയുന്നത്. 50 പ്ലസ് 20 ആണ് എന്ത്? 70. 80 പ്ലസ് 20 105 പ്ലസ് 20. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കും? TC കണ്ടുപിടിക്കും. ഓക്കെ. ദെൻ MC നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ചേഞ്ച് ഇൻ TVC ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? MC എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തുണ്ടാവില്ല? MC ഉണ്ടാവില്ല. ദെൻ 50 80 ആയി, അപ്പൊ 30. 80 പിന്നെ 105 ആയി 25. 105 60 ആയി, അപ്പൊ -45. ഇങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ച്? MC കണ്ടുപിടിച്ച്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈസി അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നല്ല അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി നോക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ സപ്ലൈയും പഠിച്ചിട്ടുണ്ട്. ഇവിടെ സപ്ലൈനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് നോക്കാം. എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ദി റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓർ സപ്ലൈഡ് ഓഫ് എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അതായത് പ്രൈസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട്
നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിലും അതേപോലെ തന്നെ പ്രൈസിലും വരുന്ന ചേഞ്ചിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. നമ്മുടെ ക്വാണ്ടിറ്റി ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ട് വരുന്ന ചേഞ്ചിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, it is computed as the percentage change in quantity supplied by the percentage change in price. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിന്റെ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് എന്ന് പറയുന്നത്. എത്ര പെർസെന്റേജ് ആണ് ക്വാണ്ടിറ്റി സപ്ലൈഡിൽ വന്നത്, എത്ര പെർസെന്റേജ് ചേഞ്ച് ആണ് പ്രൈസിൽ വന്നത്, ഇത് തമ്മിലുള്ള ഒരു ഡിവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഓക്കെ, അത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്താണ്, price of good decreases from 120 unit to 100 unit. ഫസ്റ്റ് 120 യൂണിറ്റ് കഴിഞ്ഞും അത് എത്രയായി മാറി, 100 യൂണിറ്റ് ആയിട്ട് മാറി. ദെൻ പ്രൈസ്, ദെൻ സപ്ലൈ എത്ര, ഡിക്രീസസ് ഫ്രം 200 to 150. പ്രൈസിൽ ചേഞ്ച് വന്നപ്പോൾ സപ്ലൈയിലും ചേഞ്ച് വന്ന് 200 കഴിഞ്ഞും സപ്ലൈ അത് എത്രയായി മാറി, 150 ആയിട്ട് മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എത്ര ആയിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താക്കും, ഈ ഇക്വേഷനിൽ അതെന്താക്കും, ഇടും. എങ്ങനെയാണ്, ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി, ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമുക്ക് എന്താക്കാം, യൂസ് ആക്കാം. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ് അല്ലെ, 50ന്റെ ഡിഫറൻസ് ആണ് ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുള്ളത്. ദെൻ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 20 ആണ്, 120 ഉള്ളത് 100 ആയിട്ട് മാറാണ് ചെയ്തത്, 20. ദെൻ 120 ഡിവൈഡഡ് ബൈ 200. പി ബൈ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ P0 Q0 ആണ് നമ്മൾ എന്താക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ദെൻ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1.5 കിട്ടും. 1.5 എന്ന് പറഞ്ഞാലോ ഹൈ ഇലാസ്റ്റിക് സപ്ലൈ ആണ് എന്തെന്ന് പറയുന്നത്, 1.5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഹൈ ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, when a percentage change in supply is greater than the percentage change in price. പ്രൈസിന്റെ ചേഞ്ചിനെക്കാട്ടി എന്തിന്റെ ചേഞ്ച് കൂടുതലാണ്, സപ്ലൈന്റെ ചേഞ്ച് അവിടെ കൂടുതലാണ്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുക, ഹൈ ഇലാസ്റ്റിസിറ്റി വരയ്ക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് മണി സപ്ലൈ, explain any two monetary policy measures used by central bank to control money supply in the economy. എനി ടു എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമ്മൾ ഒരുപാട് മോണിറ്ററി സപ്ലൈസിന്റെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും രണ്ടെണ്ണമാണ് നമ്മളോട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ എന്താണ് മണി സപ്ലൈ? നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഈ ഒരു മണി സപ്ലൈനെ പറ്റിയിട്ട് മോണിറ്ററി പോളിസീസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെ. എന്താണ് മണി സപ്ലൈ എന്ന് പറഞ്ഞാല്, നമ്മുടെ എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് മണിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മണി സപ്ലൈ എന്ന് പറയുന്നത് അല്ലെ. ടോട്ടൽ വോളിയം ഓഫ് മണി ഹെൽഡ് അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ബൈ ദി പബ്ലിക്. നമ്മുടെ ഒരു സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ എക്കണോമിയിലുള്ള ഒരു സ്റ്റോക്ക് ഓഫ് മണിയാണ് എന്ത്, മണി സപ്ലൈ എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും രണ്ട് മോണിറ്ററി പോളിസിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏത് പറയാം, ഒന്ന് റെപ്പോ റേറ്റ്, അതേപോലെ തന്നെ റിസർവ് റേഷ്യോ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എന്താക്കാം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. എന്താണ് റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാല്, സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് മണി എന്ത് ചെയ്യും, ലെൻഡ് ചെയ്യും. ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഇൻട്രസ്റ്റ് അവർ കൊടുക്കുന്നുണ്ടാവും. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുമ്പോഴും ഡിഫ്ലേഷൻ ഉണ്ടാവുമ്പോഴും ഈ ഒരു റെപ്പോ റേറ്റ് നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് എടുക്കുന്നത് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ അറ്റ് ദി ടൈം ഓഫ് ഇൻഫ്ലേഷൻ എന്താണ് RBI ചെയ്യുക, ഈ റെപ്പോ റേറ്റ് എന്താക്കും, ഇൻക്രീസ് ആക്കും. റെപ്പോ റേറ്റ് RBI എന്താക്കും, 5% ആണെന്നുണ്ടെങ്കിൽ അതൊരു 20%, അതല്ലാന്നുണ്ടെങ്കിൽ 10% ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ എന്താക്കും, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇത്രയും എമൗണ്ട് ഇൻട്രസ്റ്റ് അടക്കേണ്ടി വരും. അപ്പൊ അവരുടെ ഒരു ലെൻഡിങ് കപ്പാസിറ്റി അവരെന്താക്കും, കുറയ്ക്കും. അതായത് അത്രത്തോളം അവരെന്താക്കൂല, ബോറോ ചെയ്യൂല. അപ്പൊ നമ്മുടെ എക്കണോമിയിൽ നമുക്ക് മണി എന്താക്കാൻ വേണ്ടി പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഇൻഫ്ലേഷന്റെ കേസ്. ഇനി ഡിഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് RBI ചെയ്യുക, 20% ഉള്ളവർക്ക് അത് എത്ര ആക്കി മാറ്റും, 5% ഒക്കെ ആക്കിയിട്ട് കുറയ്ക്കും. അപ്പൊ അവരെന്ത്, ഇൻട്രസ്റ്റ് കുറച്ച് അടച്ചാൽ മതി. അപ്പൊ കൂടുതൽ അവർക്ക് ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഫ്ലേഷന്റെ ടൈമിലും ഡിഫ്ലേഷന്റെ ടൈമിലും റെപ്പോ റേറ്റ് എന്താക്കുന്നത്, റെപ്പോ റേറ്റ് വെച്ചിട്ട് നമ്മൾ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് റിസർവ് റേഷ്യോ. എന്താണ് റിസർവ് എന്ന് പറഞ്ഞാല്, അതായത് നമുക്ക് കിട്ടുന്ന നമ്മൾ ഓരോ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനും ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടുന്ന എമൗണ്ട് ലോൺ ആയിട്ട് കൊടുക്കും അല്ലെ. നമുക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കിട്ടുന്ന ഡെപ്പോസിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ ആയിട്ട് കൊടുക്കും.
അതേപോലെ തന്നെ പിന്നെന്താണ് അത് ചെയ്യുക, റിസർവ് ആയിട്ട് മാറ്റി വെക്കുകയും ചെയ്യും അല്ലെ. RBI പറയും നിങ്ങൾക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന്റെ 5% നിങ്ങൾ റിസർവ് ആക്കിയിട്ട് മാറ്റി വെക്കണം എന്ന് RBI പറഞ്ഞു. അതെന്താക്കി വെക്കും, നമ്മൾ റിസർവ് ആക്കിയിട്ട് മാറ്റി വെക്കാണ് ചെയ്യുക ഓരോരോ കൊമേഴ്ഷ്യൽ ബാങ്ക്സും. ഈ റിസർവ് റേഷ്യോ RBI എന്താക്കും, കൂട്ടും. അതായത് ഇൻഫ്ലേഷന്റെ ടൈം ആണെന്നുണ്ടെങ്കിൽ 5% ആണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ ആയി കഴിഞ്ഞാൽ ഒരു 15% റിസർവ് ആക്കി മാറ്റി വെക്കണം എന്ന് പറയും. അപ്പൊ എന്താക്കും, ലോൺ ആയിട്ട് കൊടുക്കുന്ന ആ ഒരു പെർസെന്റേജ്, അതായത് ലോൺ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് കുറയും. അപ്പൊ കൂടുതൽ മണി നമ്മുടെ എക്കണോമിയിലേക്ക് വരില്ല. ഓക്കെ, ഇനി ഡിഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറയും, നിങ്ങൾ കൂടുതൽ ലോൺ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയും. റിസർവ് ആക്കിയിട്ട് നിങ്ങൾ ഒരു 3% ഒക്കെ റിസർവ് ആക്കി മാറ്റി വെച്ചാൽ മതി, ബാക്കി 97% ലോൺ ആയിട്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ എക്കണോമിയിലേക്ക് കൂടുതൽ പൈസ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇനി വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം.